2022 ജനുവരി 24 നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ കേരള PSC ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് അഭിമുഖങ്ങൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അതേപോലെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചുരുക്കപ്പട്ടികകൾ അതേപോലെ അർഹതാ പട്ടികകളുടെ പ്രസിദ്ധീകരണം ഓൺലൈൻ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരള PSC ഇപ്പോൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേരള PSCയുടെ ഈ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളതെന്ന്. ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് അഭിമുഖങ്ങൾ നടത്തുന്ന കാര്യമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർമാരുടേത്, അതേപോലെ തന്നെ KSFEയുടെ കാറ്റഗറി നമ്പർ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹിസ്റ്ററി വിഭാഗത്തിൻ്റെ പട്ടികവർഗത്തിൻ്റെതും പട്ടികജാതിയുടേതുമായിട്ടുള്ള ടീച്ചർമാരുടെ അഭിമുഖങ്ങൾ നടത്തുന്നതായിരിക്കും. പിന്നെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് കോട്ടയം ജില്ലയിലെ NCA സൈനികക്ഷേമ വകുപ്പിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ സാധ്യതാ പട്ടികകൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ലിമിറ്റഡിലേക്കും അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ജുഡീഷ്യൽ വകുപ്പിലേക്കും അതേപോലെ കൊല്ലം, ആലപ്പുഴ, വയനാട്, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ ഉൾപ്പെടെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിക്കകത്ത് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ കാറ്റഗറി നമ്പർ ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതിയ എക്സാം ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഏഴാമത് പറയുന്നത് കോട്ടയം ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, അത് ശ്രദ്ധിക്കുക. കോട്ടയം ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ചൗക്കീദാർ പട്ടിക വിഭാഗം കാറ്റഗറിയുടെ നമ്പരും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള ക്ലർക്ക് കാറ്റഗറി നമ്പർ കണ്ടല്ലോ, 2019 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റേതായിട്ടുള്ള ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പുകളിലായിട്ട് ലോവർ ഡിവിഷൻ ക്ലർക്കുകളുടെ പട്ടിക ഉടനെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റേതും അതേപോലെ തന്നെ ഫാം മീറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിൻ്റേതും മാർക്കറ്റ് ഫീൽഡിംഗ് ജൂനിയർ ക്ലർക്ക്, അതേപോലെ വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള LGSൻ്റേത് സൈനിക ക്ഷേമ വകുപ്പുകളിലേക്കുള്ള ക്ലർക്കുമാർ, വിവിധ ജില്ലകളുടെ വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റുമാർ, പിന്നെ കെൽപ്പാമിലുള്ള ലോവർ ഡിവിഷൻ ക്ലർക്കുമാർ എന്നിവരുടെ എല്ലാം നമ്മുടെ സാധ്യതാ പട്ടികകൾ ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് വിവിധ ജില്ലാ വകുപ്പുകളിലേക്കുള്ള ഡ്രൈവർ ലാസ്റ്റ് ഗ്രേഡ് 2ൻ്റേതും അതുപോലെ തന്നെ കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ലിമിറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റേതും അതുപോലെ തന്നെ കേരള സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റേതും കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ലിമിറ്റഡിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റേതും ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസറിൻ്റേതുമായിട്ടുള്ള ചുരുക്കപ്പട്ടികൾ ഉടനെ തന്നെ ഉണ്ടാവും. അർഹതാ പട്ടിക ഇനി വരാൻ പോകുന്നത് ഒന്നിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. KMML ലിമിറ്റഡിൻ്റെ ജൂനിയർ റിസപ്ഷനിസ്റ്റ്, ആ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ, 2020 വിളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അർഹതാ പട്ടിക ഉണ്ടാവുമെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ OMR പരീക്ഷ നടത്തുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസറിൻ്റെ 1ാം NCA വിഭാഗം എന്ന് പറയുമ്പോൾ ഈഴവ, മുസ്ലിം, LC, പട്ടികജാതി, OBCയുടെ കാറ്റഗറി നമ്പർ 360/19, 364/2019 OMR പരീക്ഷ നടത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓൺലൈൻ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വകുപ്പിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ൻ്റേതും അതേപോലെ തന്നെ ഫോം മീറ്റിംഗ് ലിമിറ്റഡ് മെയിൻ്റനൻസിൻ്റെ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റേതുമായിട്ടുള്ള ഓൺലൈൻ പരീക്ഷകളും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് എന്തായാലും ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കാത്തവരെന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ചോദിച്ചാൽ മതി. അതിനകത്ത് ഒരുപാട് റിപ്ലൈസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയ ക്ലാസ്സും വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.